ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തങ്ങളോട് തൻ്റെ യജമാനൻ പറഞ്ഞു, ഇത് ഹബിലി ഷാത്തൻ, നിങ്ങൾ പോയിട്ട് ഒരു ആടിനെ അറുക്കണം, എന്നിട്ട് അതിൽ നല്ല 2 അവയവങ്ങളും കൊണ്ടുവരണം. ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഹക്കീം തങ്ങളെ ഫഅത്താഹു ബിലിസാനി വൽ ഖൽബ്, ആടിനെ അറുത്തിട്ട് ഹൃദയവും നാവും കൊണ്ട് കൊടുത്തു. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ യജമാനും വീണ്ടും പറഞ്ഞു, ലുക്മാൻ തങ്ങളെ ഒരാടിനെ അറുത്തിട്ട് മോശപ്പെട്ട 2 അവയവങ്ങൾ കൊണ്ടുവരണം. അപ്പോഴും ലുക്മാൻ തങ്ങളെ നാവ് ഹൃദയം കൊണ്ടുകൊടുത്തു. യജമാനും ചോദിക്കുന്നുണ്ട്, നല്ല 2 അവയവങ്ങളും കൊണ്ടുതരാൻ പറഞ്ഞപ്പോഴും നാവ് ഹൃദയം കൊണ്ടു തന്നു. ചീത്ത മോശപ്പെട്ട 2 അവയവങ്ങളും കൊണ്ടുതരാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ നാവ് ഹൃദയം കൊണ്ടുവന്നു. അതെന്താ അങ്ങനെ? ലുക്മാൻ തങ്ങൾ പറയുന്നുണ്ട്, ഏറ്റവും നന്നായി കഴിഞ്ഞാൽ നാവും ഹൃദയമാണ് ഏറ്റവും നല്ല അവയവങ്ങൾ. ഏറ്റവും മോശമായി കഴിഞ്ഞാൽ നാവും ഹൃദയമാണ് ഏറ്റവും മോശമായ അവയവങ്ങൾ. അള്ളാഹിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറഞ്ഞല്ലോ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നിങ്ങളൊരു വാക്കും പറയുന്നില്ല, അത് കൃത്യമായിട്ട് മലക്ക് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. ആദ്യം എന്നോടും പിന്നെ നിങ്ങളോടും. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പാടിയില്ലേ, ഇഹ്ഫദ് ലിസാനക അയ്യുഹൽ ഇൻസാനു ലാ യൽദഅന്നക ഇന്നക സൗബാനു. നിങ്ങൾ നിങ്ങളെ നാവിനെ സൂക്ഷിച്ചു കേട്ടോ. ലാ യൽദഅന്നക, നിങ്ങൾക്ക് വിഷമേൽക്കാതിരിക്കട്ടെ. ഇന്നഹു, ആ നാവാകുന്നത്, ആ നാവെന്ന് പറഞ്ഞാൽ സൗബാനുൻ, വിഷസർപ്പമാണ്.